വെൽക്കം ടു വിയറ്റ്നാം സീരീസ് പാർട്ട് 1. ഞങ്ങൾ വിയറ്റ്നാമിൽ കവർ ചെയ്തത് ഹോച്ചിമിനും ഫുക്കോക്കും ആണ്. നിങ്ങൾ ഡയറക്റ്റ് ഫുക്കോക്ക പോകുന്നെങ്കിൽ നമുക്ക് വിസ ഫ്രീ ആ. ഞങ്ങൾ ഹോച്ചിമിൽ 2 days സ്റ്റേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വിസ ആവശ്യമുണ്ടായിരുന്നേ. വിസ അപ്ലൈ ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. പെർ ഹെഡ് ഞങ്ങൾക്ക് 2200 ആണ് ആയത്. സെയിം നമ്മൾ ട്രാവൽസ് വരിക ചെയ്യുന്നെങ്കിൽ 3500 ആണ് അവരുടെ സ്റ്റാർട്ടിങ്. വിസ അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവേ. ഞങ്ങൾ 3 months മുന്നേ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് നല്ല റേറ്റ് തന്നെ നമുക്ക് ടിക്കറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 ആൾക്കും കൂടിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് 35,000 ആണ് ആയത്. എക്സ്ട്രാ ലഗേജ് ആഡ് ഓൺ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ സായിക്ക് 2 years ആവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ആൾക്ക് ഹാഫ് എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളേ. ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തത്. ഒരു 1 hour ലേ ഓവർ ഉണ്ടായിരുന്നു കോലാലംപൂരിൽ. പിന്നെ ലഗേജ് മാക്സിമം കുറച്ചെടുക്കണേ, കാരണം നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് അവിടെ പോകും. ഞങ്ങൾ എടുക്കുന്ന ടൈമിൽ 20 kg 8,000 ആണ്, ഇങ്ങോട്ടേക്ക് 7,000 വരുന്നേ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഗോഡ ആണ് യൂസ് ചെയ്തത്. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തത് ഇക്സിഗോ ത്രൂ ആണ്. എയർപോർട്ടിൽ നിന്ന് ഒരു 1 kilometer ഡിസ്റ്റൻസിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഞങ്ങൾ ബുക്ക് ചെയ്തത് ക്യൂൺ സൈഗൺ ഹോട്ടലാണ്. നല്ല ക്ലീൻ റൂം ആയിരുന്നു കേട്ടോ, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇന്ത്യൻ മണി നമ്മൾ ഡോളർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണേ കൊണ്ടുപോകാൻ. ഡോളർ അവിടെ ചെന്നിട്ട് വിയറ്റ്നാമി ഡോങ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതിയെ. വിയറ്റ്നാമിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കോടീശ്വരാവുകയെ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഫുള്ള് ലക്ഷക്കണക്കുകളാണ്. എയർപോർട്ടിന്റെ വെളിയിൽ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് കാണാവേ, അവിടെ നിന്ന് മാറിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ബെൻഡാങ് മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ഒരു ജ്വല്ലറി ഷോപ്പ് ഉണ്ട്, അവിടെ നല്ല എക്സ്ചേഞ്ച് റേറ്റിൽ നമുക്ക് കറൻസി കിട്ടുവേ. എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് മാത്രം കളക്ട് ചെയ്തിട്ട് ബാക്കി ഈ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് നല്ലത്. അവിടുത്തെ എക്സ്പെൻസിനായിട്ടുള്ളത് നമ്മൾ ക്യാഷ് ആയിട്ട് കൈ കരുതുന്നതാണ് നല്ലത്. അവിടെ എല്ലായിടത്തും നമുക്ക് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മാക്സിമം കറൻസി നമ്മുടെ കൈ വേണേ. നമ്മൾ കുറച്ച് എക്സ്ചേഞ്ച് ചെയ്തും ബാക്കി നമ്മുടെ കാർഡായിട്ടാണ് എടുത്തത്, പക്ഷെ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സിം നമുക്ക് എയർപോർട്ടിന് വെളിയിൽ തന്നെ കളക്ട് ചെയ്യാവേ. അഗോഡയിൽ ഈ സിം അവൈലബിൾ ആ, പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് എടുത്തത്. ഞങ്ങൾ വിയറ്റ്നാമിന്റെ അൺലിമിറ്റഡ് ഡേറ്റ പാക്കുള്ള പാക്കേജ് ആണ് എടുത്തത്. നമുക്ക് ലോക്കൽ കോൾസിന്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് ഡേറ്റ കൂടുതലുള്ള പാക്കേജ് നോക്കി എടുക്കണേ. ഈ സിമ്മിന് ഞങ്ങൾക്ക് 4 ലക്ഷം വിയറ്റ്നാമി ഡോങ് ആണ് ആയത്. ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോണിൽ കുറച്ച് ആപ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ഗ്രാബ് ആണ്. ഗ്രാബ് നമ്മൾ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ മസ്റ്റ് ആയിട്ട് വേണ്ടത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ്. അവിടെ ഒരു 80% ആൾക്കാർക്ക് വിയറ്റ്നാമീസേ അറിയത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണേ. അതിൽ നമുക്ക് വിയറ്റ്നാമീസ് ലാംഗ്വേജ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈനിലും യൂസ് ചെയ്യാൻ പറ്റുവേ. അതേപോലെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് വിയറ്റ്നാമിന്റെ ഫുൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യാവേ, അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് ഓഫ്ലൈനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തത് കറൻസി കൺവേർട്ട് ചെയ്യാനുള്ള ആപ്പാണ്, അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നേ. ഞങ്ങളുടെ 7 days ഐറ്റിനറി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതിയെ. ബാക്കി ട്രിപ്പിന്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ടി പറയാവേ.